ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് യാത്രകളെ കുറിച്ചിട്ടാണ് കേട്ടോ. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത്? പേഴ്സണലി എനിക്കും യാത്ര ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. യാത്ര പോവാനും അത് ഗ്രൂപ്പായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒറ്റയ്ക്കോ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾക്ക് ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. നമ്മൾ ഈ ദൈനംദിന തിരക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് നമ്മളൊന്ന് വിട്ടു നിൽക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, നമ്മളിത് ചിന്തിക്കുന്നില്ല. നമ്മളൊരു മെഷീൻ കണക്കിന് രാവിലെ ഇപ്പോൾ ഓഫീസാണ് ഓഫീസ്, സ്കൂളാണ് സ്കൂള്, അവിടെ പോകുന്നു, വൈകിട്ടാവുന്നു, രാത്രിയാവുന്നു, ദെൻ നെക്സ്റ്റ് ഡേ സെയിം റിപ്പീറ്റ്. ഇത് തന്നെയാണ് പോകുന്നത്. എന്നാൽ ഈ തിരക്കുകൾക്കിടയിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ലോകം, വണ്ടി വെള്ളം ബഹളം ഒന്നും ഇല്ലാത്തൊരു ലോകം, അവിടേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരാ ഉള്ളത്? നമ്മളീ പോണ സ്ഥലങ്ങൾ അത് പണ്ട് തൊട്ടേ പ്ലാൻ ചെയ്ത് വെച്ച സ്ഥലങ്ങളാവണമെന്നൊന്നുമില്ല. മേ ബി പ്ലാൻ ചെയ്ത് വെച്ച് നമ്മൾ പോകുന്നൊരു സ്ഥലമാവാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് എടിപിടിന്ന് തീരുമാനിക്കുന്നു, പോകുന്നു, അങ്ങനെ പോകുന്ന സ്ഥലങ്ങളാവാം. എങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു തെറാപ്പിയാണ് ആക്ച്വലി. ഓരോ യാത്രകളും നമ്മൾ മനസ്സ് മടുത്ത് നിൽക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് സമയത്ത് നമുക്കൊരു യാത്ര പോകാൻ പറ്റുവാണെങ്കിൽ അതൊരു മെഡിസിനാണ് ആക്ച്വലി. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഹീലാക്കുന്നൊരു മെഡിസിൻ. ഈ പറഞ്ഞ യാത്രകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓരോ യാത്ര പോകുമ്പോഴും ഓരോ അനുഭവങ്ങളാണെന്ന് പറഞ്ഞു. നമ്മൾ പോകുന്ന സ്ഥലം, നമ്മൾ കാണുന്ന ആൾക്കാർ, നമ്മൾ കാണുന്ന കാഴ്ചകൾ എല്ലാം നമുക്ക് പുതിയൊരു അനുഭവമാണ്. അവിടുന്ന് നമുക്ക് കണ്ടുപഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോരോ എന്താ പറയുക, അവിടുത്തെ ജീവിതങ്ങൾ, നമ്മൾ പോണ സ്ഥലത്തെ ഓരോ ജീവിതങ്ങൾ, അവരെങ്ങനെയാണ് ഇതൊക്കെ ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മൾ അവരുമായിട്ട് ഇടപഴകുമ്പം എങ്ങനെയാണത് നടക്കുന്നത്. ഈവൻ ഇപ്പോഴാണ് ചായ കുടിക്കാൻ പോലും ആൾക്കാർ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞ് പോയിട്ട് വരുന്ന കാലമാണ്. അത് ഒരിക്കലും മോശമെന്നല്ല ഞാൻ പറയുന്നത്, നല്ല കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ ഒരു എന്താ പറയുക, ഈ ഒരു തെറാപ്പി മോഡ് നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമുക്ക് വൈബില്ലാത്ത ഒരാൾക്കാരുടെ കൂടെ നമ്മൾ പോകണമെന്നിരിക്കട്ടെ, നമുക്ക് ഫുൾ പീസ് അല്ല ഫുൾ വൈബായിട്ട് നമുക്ക് വേണ്ടത്. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പോണതാണ്. എൻജോയ് ചെയ്യാൻ പോണ സമയത്ത് നമ്മുടെ കൂടെ വരുന്നവർ ഒട്ടും താല്പര്യമില്ലാതെ മാറി നിന്ന് കാണുന്ന അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ ഒന്ന് വിചാരിച്ചിട്ടില്ലേ, ആ യാത്ര പോയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നേരെ മറിച്ച് നമ്മൾ അതേ വൈബ്, അടിച്ചുപൊളിയെങ്കിൽ അടിച്ചുപൊളി, സൈലൻ്റ് എങ്കിൽ സൈലൻറ്റ്, അതേ രീതിയിൽ നിന്ന് യാത്ര പോകുന്ന ആൾക്കാരാണെങ്കിലോ സംഭവം അടിപൊളിയായിരിക്കും. ആ ട്രിപ്പേ കളറായിരിക്കും. നമുക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് പോയിട്ട് നോക്കി ഇതൊന്ന് വേഗം കഴിഞ്ഞാൽ മതിയായിരുന്നു, തിരിച്ചെത്തിയിട്ട് എനിക്ക് വേറെ കുറേ പരിപാടികളുണ്ട്, അല്ലെ യാത്രയുടെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 ദിവസം അല്ലെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ എപ്പോഴാണ് വരിക, ചെന്നിട്ട് ആ പരിപാടി ഉണ്ട്, ഈ പരിപാടി, ഇങ്ങനെ വിചാരിച്ചൊരു യാത്ര പോക്കി അതൊരിക്കലും ഒരു എന്താ പറയുക, ഈ പറഞ്ഞ ഹീലിങ്ങോ മെഡിസിനോ ഒന്നും ഉണ്ടാവത്തില്ല. നേരെ മറിച്ച് എല്ലാ തിരക്കുകളും വിട്ട് എല്ലാ സ്ട്രെസ്സും മാറ്റി വെച്ച് ആ 2 ദിവസമെങ്കിൽ 2 ദിവസം, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ യാത്ര പോകണമെന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ ദൂര സ്ഥലത്ത് പോകണമെന്നൊന്നുമില്ല. നമ്മുടെ തൊട്ടടുത്താണെങ്കിലും മതിനേ. ഒന്ന് മല കാണാൻ പോവലോ അല്ലെങ്കിൽ കടൽ കാണാൻ പോവലോ അങ്ങനെയാണെങ്കിലും മതി. പക്ഷെ ആ പോക്കിൽ നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആയിട്ടൊന്ന് പോയി നോക്കിക്കേ, എത്രമാത്രം നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുമെന്നറിയോ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ യാത്ര പോകുന്നൊരു വ്യക്തിയാണ്. എനിക്കും ഇങ്ങനെ ഈ ലോങ് ഒന്നും പോയില്ലേ പോലും എനിക്ക് ഈ പറഞ്ഞ ബീച്ചോ മൗണ്ടനോ എവിടെയെങ്കിലും പോയാൽ മതി, വാഗമണ്ണിലോ അല്ലെ ഈ പറഞ്ഞ പോലെ ബീച്ചുകൾ ഇവിടെ ഉണ്ടല്ലോ, ആ ഏതെങ്കിലും ബീച്ചിൽ പോയാൽ മതി, ജസ്റ്റ് ഒരു സൺസെറ്റ് കാണുക, ഇങ്ങനെയൊക്കെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത്രയോ നാളുണ്ടായിരുന്ന ടെൻഷനും കാര്യങ്ങളും ഒക്കെ എവിടെ പോയി എന്നറിയില്ല, നമ്മൾ ഓർക്കത്തില്ല ആ സമയത്ത്. ഇപ്പോൾ ഈവൻ പെട്ടെന്ന് അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പാണ് നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഡിഗ്രിക്ക് പഠിച്ചൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ട് മീൻസ് കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചൊരു യാത്രയുണ്ട്, ഒരു ഗേൾസ് ട്രിപ്പ്. ഇതിപ്പോൾ നമ്മുടെ മാത്രം കാര്യമല്ല, ഇത് കാണുന്ന വീഡിയോയിലുള്ള ഓൾമോസ്റ്റ് ഒരു 80% ഗേൾസ് ഗ്യാങ്ങിലുള്ളവർ ഒരു ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഇതുപോലെ ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയായി, നമ്മൾ ഗ്രൂപ്പിൽ നോക്കുന്നു, പ്ലാൻ ചെയ്യുന്നു. അന്നേ ദിവസം ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റും, ഐ മീൻ എന്തെങ്കിലും അസൗകര്യം വരും, നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യും. ഇതാണ് സ്ഥിരം പരിപാടി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു തുടങ്ങിയിട്ടൊരു 5-6 വർഷത്തിന് മേലെയായി ഈ ഒരു പരിപാടി. ഇതുവരെ ട്രിപ്പ് നടന്നിട്ടില്ല. ഈവൻ നമ്മൾ പെട്ടെന്നത് പോവാം, അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് നിന്ന് നിപ്പി നമ്മൾ പോയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങൾ. ഇല്ലിക്കക്കല്ല്, അതേപോലെ എന്താ ചതുരംഗപ്പാറ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പെട്ടെന്ന് നിന്ന് നിപ്പി പോയിട്ടുണ്ട്. അതൊക്കെ ആക്ച്വലി ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഈവൻ
കസിൻസിൻ്റെ കൂടെ നമ്മൾ ആലപ്പുഴ ബീച്ചിലൊക്കെ ഈവൻ വൈകുന്നേരമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന ഡ്രസ്സിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. വാഗമണ്ണ് അങ്ങനെയൊക്കെ. അതൊക്കെ ആക്ച്വലി ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ടുള്ള സമയങ്ങളായിരുന്നു. കാര്യം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇന്നിപ്പോൾ ട്രിപ്പ് പോവുകയാണ്, അല്ലെങ്കിൽ എനിക്കൊക്കെ എന്നാ ഇപ്പോൾ ടൂറൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ ഒരാഴ്ച മുന്നേ നല്ല കുട്ടിയായിരിക്കും. അതായത് വീട്ടിലെല്ലാ കാര്യങ്ങളും സഹായിക്കും, എല്ലാ പരിപാടിയും. കാര്യം വീട്ടിൽ നിന്ന് നോ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുകയും എല്ലാത്തിനും കൂടെ നിൽക്കുകയും അങ്ങനെയൊക്കെയാണ്. അതേപോലെ തന്നെ ടൂറിൻ്റെ തലേദിവസം എനിക്ക് ഉറക്കമില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കും, നാളെ ടൂർ പോവാ, ഇങ്ങനെ വിചാരിച്ച് വെച്ച് കിടക്കും. എന്നിട്ട് ടൂറിൻ്റെ അന്നേ ദിവസം രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യും. ആരും വിളിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും റിലേറ്റബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം എനിക്കിഷ്ടമുള്ളൊരു ട്രിപ്പോ അല്ലെങ്കിൽ വിചാരിച്ച് വെച്ചൊരു സ്ഥലത്തേക്ക് പോവോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ഒരു റുട്ടീൻ എനിക്ക് വരാറുണ്ട്. ഞാൻ അന്നേ ദിവസം ഫുൾ എക്സൈറ്റഡ് ആയിരിക്കും, പോകുന്നതിൻ്റെ ആ ഒരു ഇതിലായിരിക്കും. അതേപോലെ അൺപ്ലാൻഡ് ട്രിപ്പ് മോശമൊന്നുമല്ല. കാര്യം അതും നമ്മൾ വിചാരിക്കാതെ പെട്ടെന്നാണ് പോണത്. ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ എന്താ സിറ്റുവേഷൻ ഒന്നും നോക്കാണ്ടായിരിക്കും പോണത്. പക്ഷെ അതും നമുക്ക് ഒരുപാട് മെമ്മറീസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഈ പറഞ്ഞ ഓരോ അനുഭവത്തിൽ കൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ യാത്രകളൊന്നും ഒന്നിന്നും ഒളിച്ചോടാനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ പേടിച്ച് മാറി നിൽക്കുന്ന അങ്ങനത്തെ ഒരു രീതിയല്ല ഈ യാത്ര എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ തേടാനും നമുക്ക് നമ്മളെ കൂടുതൽ അറിയാനും നമ്മളിലേക്ക് ഒതുങ്ങി എങ്ങനെയാണ് ഞാൻ എന്നൊരു തിരിച്ചറിവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ യാത്രകൾ കൊണ്ട് അങ്ങനെയാണ് നമുക്കൊരു ഉപകാരം എന്നുള്ള രീതിയിൽ വരുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിലെ ചില യാത്രകൾ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളെ സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എന്താണ് എന്നിലെ പ്രശ്നം, സ്വയമേ തിരിച്ചറിഞ്ഞ് ഹീലായി വരുന്നവരുണ്ട്. ഈ പറഞ്ഞ പോലെ എപ്പോഴും വീട്ടിൽ സ്ട്രെസ് അടിച്ച് അല്ലെങ്കിൽ അവിടുന്ന് ഒക്കെ പ്രഷർ അങ്ങനെ ആയിരിക്കുന്നവർ ഒന്ന് ഒറ്റയ്ക്ക് ട്രിപ്പ് പോയി നോക്കി. പക്ഷെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്നെ ഒറ്റയ്ക്കൊന്നും വിടത്തില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ പോരത്തേനെ ഒറ്റ മോളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇതൊക്കെ കൊണ്ട് പക്ഷെ എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആൾക്കാർ പോകുന്നത്. അതുപോലെ ഒരു പെൺകുട്ടികൾ, ഒരു ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോകുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഈ സ്ഥലങ്ങൾ ഇങ്ങനെ അവർ ത്രൂ നമ്മൾ കാണുന്നുണ്ട്. അപ്പം എന്നേലും ഇതൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ അനുഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ നേരിടുക, എന്തെങ്കിലും സിറ്റുവേഷൻസ് എങ്ങനെ എന്താ പറയുക, ആൾക്കാരുടെ അടുത്ത് എങ്ങനെയായിരിക്കും ആ ഒരു സമയത്ത് അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക, അല്ലെ അവരുടെ അവിടെ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാവും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും നടക്കട്ടെ. അപ്പോൾ വീട്ടിൽ പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് വീട്ടുകാർക്ക് പേടിയുണ്ടാവും. എന്നാൽ പോലും എന്നേലുമൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക വിഷൻ ബോർഡിൽ ഞാൻ ഇട്ടേക്കുന്നതാണ് എനിക്കൊരു ട്രാവൽ ഡേറ്റ്. ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. അത് എന്നേലും നടക്കുകയാണെങ്കിൽ ഞാൻ വിത്ത് ഫോട്ടോ വിത്ത് എവിഡൻസ് ചെയ്ത് ഞാനത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങളുടെ ലൈഫിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നിങ്ങൾ വെറീഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട, ഒരു യാത്ര പിടിച്ചോ, അടിച്ചു പൊളിച്ച് പോയിട്ട് വരാം. തിരിച്ചു വരുമ്പം നിങ്ങളുടെ ആ പഴയ ആ ഒരു സാഡ് ഫേസോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. തിരിച്ച് നിങ്ങൾ എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും, അല്ലെ എന്ത് നേരിടാൻ തയ്യാറായിട്ടായിരിക്കും ആ യാത്ര ഇനി തിരിച്ചു വരുന്നത്. അപ്പം ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.